ഈ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് CPIM ഉൾപ്പെടുന്ന ഇടതുമുന്നണി നേരിട്ടത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴിതാ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടും തെറ്റുതിരുത്തൽ രേഖയും തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള CPIMന്റെ സംസ്ഥാന സമിതി യോഗം ഇന്ന് അവസാനിക്കുകയാണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഏരിയ തലം വരെ നടന്നിട്ടുള്ള ചർച്ചകൾ ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് തയ്യാറാക്കുന്നത്. ഇത് സംസ്ഥാന സമിതി വിശദമായി ചർച്ച ചെയ്ത് അതിന് അന്തിമ രൂപം നൽകുക, അതാണ് അതിൻ്റെ സംഘടനാ തലത്തിലുള്ള രീതി. സംഘടനാ പ്രവർത്തനങ്ങളിൽ വേണ്ട പരിഷ്കാരങ്ങൾ, തെറ്റുതിരുത്തലുകൾ ഉൾപ്പെടുന്ന വിശദമായ മാർഗരേഖ അതും സംസ്ഥാന സമിതി അംഗീകരിക്കും എന്നതാണ് ഇപ്പോഴത്തെ സൂചന. അതായത് പാർട്ടിയുടെ തലങ്ങളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, പ്രവർത്തന രീതികളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, അതോടൊപ്പം തെരഞ്ഞെടുപ്പ് തോൽവി, എങ്ങനെയാണ് ഇത്രയധികം തോൽവി സംഭവിച്ചത്, ഇക്കാര്യങ്ങളെല്ലാം ഇപ്പോഴത്തെ പ്രതിപക്ഷത്ത് പാർട്ടി എന്ന നിലയിൽ ഗൗരവത്തോടു കൂടി തന്നെയാണ് CPIM നോക്കിക്കാണുന്നത്. അരുണാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, ഇതിനു മുമ്പ് നടന്നിട്ടുള്ള യോഗങ്ങൾ, അതിലൊക്കെ വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഇപ്പോഴും പാർട്ടിയിൽ ചില തർക്കങ്ങളും എതിർപ്പുകളും ഒക്കെ പ്രതിപക്ഷ നേതൃസ്ഥാനവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ സംഘടനാ തലത്തിൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഔദ്യോഗികമായി പാർട്ടി നൽകുന്ന വിലയിരുത്തലുകൾ, മാറ്റങ്ങൾ, ഇതെല്ലാമാണല്ലോ ഏറ്റവും പ്രധാനം. തീർച്ചയായിട്ടും സമഗ്രമായ തിരുത്തൽ വേണമെന്ന ആവശ്യം CPIMന്റെ എല്ലാ ഘടകങ്ങളിലും ശക്തമാണ്. അത് ബ്രാഞ്ച് മുതൽ പൊളിറ്റ് ബ്യൂറോ വരെ അത്തരം അഭിപ്രായമുണ്ട്. ഏരിയ തലം വരെയാണ്, പൊളിറ്റ് ബ്യൂറോ മുതൽ ഏരിയ തലം വരെയാണ് ഈ തെരഞ്ഞെടുപ്പ് അവലോകന ചർച്ചകൾ നടന്നത്. അതിലെല്ലായിടത്തും ഒരുപോലെ ഉയർന്നു വന്ന ആവശ്യമാണ് തിരുത്തൽ എല്ലാ തലത്തിലും ഉണ്ടാകണം. അത് സംഘടനാ തലത്തിലുണ്ടാകണം, പാർട്ടി നേതാക്കളുടെ പ്രവർത്തകരുടെ പെരുമാറ്റത്തിലുണ്ടാകണം. നേരത്തെ തെറ്റുതിരുത്തൽ രേഖയടക്കം ചർച്ച ചെയ്യുമ്പോൾ CPIM അത്തരം ചർച്ചകളിലേക്ക് പോയതാണ്. പക്ഷേ ഇപ്പോൾ ഒന്നുകൂടി സൂക്ഷ്മമായ കാര്യങ്ങൾ വിലയിരുത്തേണ്ട അവസ്ഥയാണ് CPIMനുള്ളത്. കുറച്ചുകൂടി വിശാലമായ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട അവസ്ഥയാണ് CPIMനുള്ളത്. കാരണം അത്രയധികം തിരിച്ചടി തെരഞ്ഞെടുപ്പിൽ നേരിട്ട് കഴിഞ്ഞു. ഒരു ഘട്ടത്തിലും CPIM ഇത്ര ഒരു പരാജയം പ്രതീക്ഷിച്ചതല്ല. അങ്ങനെയുള്ള പരാജയമാണ് ഉണ്ടായത്. തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൻ്റെ കരടാണ് ഇന്ന് സംസ്ഥാന സെക്രട്ടറി ചർച്ച ചെയ്ത കരടാണ് സംസ്ഥാന സമിതി ഇന്നലെയുമായി ചർച്ച നടക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തലുള്ളത് സർക്കാരിൻ്റെ ഇതിന് ഭരണവിരുദ്ധ വികാരമെന്ന് നേരിട്ട് CPIM ഇപ്പോഴും പറയുന്നില്ല. ഭരണവിരുദ്ധ വികാരം ഉണ്ടായതാണ് തെരഞ്ഞെടുപ്പിന് പരാജയ കാരണമെന്ന് റിപ്പോർട്ടിലും ഇല്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. പക്ഷേ 10 വർഷം തുടർച്ചയായി ഭരിച്ച ഒരു സർക്കാരിനോട് ജനങ്ങൾക്ക് പല കാര്യങ്ങളിൽ അവമതിപ്പുണ്ടായി, അപ്രിയമുണ്ടായി. സർക്കാർ 10 വർഷം ഭരിച്ചില്ല, ഇനി മാറട്ടെ എന്നൊരു ചിന്ത ജനങ്ങളിൽ പൊതുവിൽ ഉയർന്നു വന്നു. അതുതന്നെയാണ് പരാജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം. മാത്രമല്ല പല തെറ്റായ പ്രവണതകളും ഈ 10 വർഷം പാർട്ടിയിലും സർക്കാരിലുമൊക്കെ ഉണ്ടായി. അതും ജനങ്ങളെ മാറ്റി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചു. ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണമാണ് തെരഞ്ഞെടുപ്പ് പരാജയം. പലപ്പോഴും CPIM ഈ തെരഞ്ഞെടുപ്പ് പരാജയം ഉണ്ടാകുമ്പോൾ വിലയിരുത്താറുണ്ട്. പക്ഷേ ഇത്തവണ അങ്ങനെ ഒരു നേരിട്ട് അത്തരമൊരു വിലയിരുത്തലിലേക്കും CPIM സംഘടനാ റിപ്പോർട്ട്, അതായത് ഈ സംസ്ഥാന സെക്രട്ടറി അംഗീകരിച്ച റിപ്പോർട്ട് കടന്നു പോകുന്നില്ലെന്ന് വേണം മനസ്സിലാക്കാൻ. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ആ റിപ്പോർട്ട് ഇപ്രകാരമാണ് പറയുന്നത്. 2014-ലും 2021-ലും ന്യൂനപക്ഷ വോട്ടുകൾ, പ്രത്യേകിച്ച് ക്രൈസ്തവ മുസ്ലിം വോട്ടുകൾ വലിയ രീതിയിൽ ഇടതുമുന്നണിയിലേക്ക് CPIMലേക്ക് എത്തിയിരുന്നു. അത് നേരത്തെ ഉള്ളതിനേക്കാൾ വലിയൊരു അളവിലേക്ക്. സാധാരണ പരമ്പരാഗതമായ ന്യൂനപക്ഷ വോട്ടുകൾ ഇടതുമുന്നണിക്ക് ലഭിക്കുന്നതിന് അപ്പുറത്തേക്കൊരു ന്യൂനപക്ഷങ്ങളുടെ ഒരു ഇഷ്ടം ഇടതുമുന്നണിയോടും CPIMനോടും ഉണ്ടായിരുന്നു. ആ വോട്ടുകൾ 2014-ലും 2021-ലും വലിയ വിജയത്തിന് വലിയ സ്വാധീനം സഹായിച്ച ഒന്നാണ്. പക്ഷേ 2026 ആകുമ്പോൾ ആ വന്നില്ല. അവിടെ പരാജയത്തിന് പ്രധാനപ്പെട്ട ഒരു കാരണമാണ് CPIMന്റെ എക്കാലത്തെയും ശക്തമായ വോട്ട് ബാങ്ക്, വോട്ട് സ്രോതസ് ഹൈന്ദവർ ഉൾപ്പെടുന്ന ഭൂരിപക്ഷ സമുദായങ്ങളാണ്. അവിടെയും വേണ്ട പോലെ വോട്ട് വന്നില്ല. ആ വോട്ടും ചിതറിപ്പോയി എന്നതും CPIM വിലയിരുത്തുന്നു. ഏതായാലും ഇത്തരം കാര്യങ്ങളൊക്കെ വിശദമായ ചർച്ച വരും. മാത്രമല്ല ഇതിൽ മറ്റൊരു കാര്യമുള്ളത് സംഘടനാ തലത്തിലെ തിരുത്തലാണ്. സംസ്ഥാന സെക്രട്ടറിക്കും മുഖ്യമന്ത്രിക്കുമെതിരെയൊക്കെ ഇത്രയധികം വിമർശനം ഉയർന്നു വന്ന ഒരു കാലം CPIMൽ ഇല്ല. അടിമുടി വിമർശനമാണ് എല്ലാ തലങ്ങളിലും ഉയർന്നു വന്നത്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനം പിണറായി ഏറ്റെടുക്കുന്ന ആവശ്യം പല ഏരിയ കമ്മിറ്റികളിലും ഉയർന്നു വന്നു, ജില്ലാ കമ്മിറ്റികൾ ഉയർന്നു വന്നു. പക്ഷേ അതൊന്നും ആ രീതിയിൽ ഇപ്പോഴത്തേക്ക് സാധിക്കില്ല നിലപാടാണ് CPIM. പിണറായി മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോക്ക് CPIMന് ഇപ്പോൾ ചിന്തിക്കാൻ പറ്റാത്ത ഒന്നാണ്. അത്രയും ദുർബലമാണ് CPIMന്റെ നിയമസഭാ കക്ഷി എന്നുള്ളത്. അതുകൊണ്ട് പിണറായി മാറ്റുന്നത് CPIM ആലോചിക്കില്ല. MV ഗോവിന്ദൻ മാറി നിൽക്കുന്ന അഭിപ്രായവും പല ഏരിയ കമ്മിറ്റികളിലും ഉയർന്നു വന്നു. ജില്ലാ കമ്മിറ്റികളിലും സംസ്ഥാന സെക്രട്ടറി രൂക്ഷമായ വിമർശനം ഉയർന്നു വന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുനഃസംഘടിപ്പിക്കുന്ന ആവശ്യം ഈ യോഗങ്ങൾ ഉയർന്നു വന്നു. അതിലേക്ക് CPIM കടക്കാനും സാധ്യതയില്ല. സംസ്ഥാന സെക്രട്ടറി പൂർണ്ണമായൊരു പുനഃസംഘടനയിലേക്ക് പോകില്ല. പകരം കൂടുതൽ ആളുകൾ ഈ സെക്രട്ടറി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനുള്ള തീരുമാനത്തേക്ക് ഒരു CPIM പോയേക്കാം. KN ബാലഗോപാലും P രാജീവ് അടക്കമുള്ളവർ സെക്രട്ടറി കേന്ദ്രീകരിച്ച് തന്നെ പ്രവർത്തിക്കേണ്ടത്. നേരത്തെ പാർട്ടി സെൻട്രൽ നിലയിൽ പ്രവർത്തിക്കുന്ന 2-3 നേതാക്കൾ മാത്രമാകും എപ്പോഴും ഇവിടെ ഉണ്ടാകും. അതുപോരാ, കൂടുതൽ നേതാക്കൾ ഇവിടേക്ക് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണമെന്നൊരു ആവശ്യം കൂടി CPIMന് മുന്നിലുണ്ട്. അയ്യപ്പ സംഗമം
വലിയ രാഷ്ട്രീയ പ്രതീക്ഷയോടുകൂടി CPM കൊണ്ടുവന്ന ഒരു നീക്കമായിരുന്നു. പക്ഷേ അത് വിചാരിച്ചതിന് അപ്പുറത്തേക്കുള്ള തിരിച്ചടി ഉണ്ടാക്കിയെന്ന വിധത്തിൽ ഈ CPMന്റെ സംസ്ഥാന സെക്രട്ടറി യോഗത്തിലടക്കം ഉയർന്നു വന്നു. വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയാത്തത് തിരിച്ചടിയായെന്ന തെറ്റായിപ്പോയി എന്നൊരു വിമർശനം ഈ യോഗത്തിലുണ്ട്. അതെല്ലാം റിപ്പോർട്ട് അതേപടി അംഗീകരിക്കുമെന്ന കാര്യത്തിലാണ് വ്യക്തത വരേണ്ടത്. തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥം പിഴച്ചുവെന്ന് CPM കരുതുന്നു. യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം അയ്യപ്പ സംഗമത്തിൽ വായിച്ചു തന്നെ ശോഭ കടത്തിയെന്ന് പല തലങ്ങളിൽ ചർച്ച വന്നാണ്. സെക്രട്ടേറിയറ്റ് ചർച്ചയിലും അത്തരം കാര്യങ്ങൾ ഉയർന്നു വന്നു. ഏതായാലും ഇത്തരം കാര്യങ്ങൾ കൂടി തുറന്നു പറയാൻ, പരാജയത്തിന് യഥാർത്ഥ കാരണം ഭരണവിരുദ്ധ വികാരമെന്ന് തുറന്നു സമ്മതിക്കാൻ CPM തയ്യാറാകില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. ഒരുപക്ഷേ അതിനപ്പുറത്തേക്ക് ഭരണവിരുദ്ധ വികാരം നേരിട്ട് പറയുന്നതിന് പകരം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ 10 വർഷത്തെ തുടർഭരണം പല തെറ്റായ പ്രവണതകളും ഉണ്ടാക്കി. 10 വർഷം തുടർച്ചയായി ഭരിച്ചില്ല, ഇനി മാറുന്നതല്ലേ നല്ലതെന്ന ചിന്ത ജനങ്ങളിലുണ്ടാക്കി. അത് പൊതുജനങ്ങളിൽ മാത്രമല്ല പാർട്ടി അനുഭാവികളിലും പാർട്ടിക്ക് പരമ്പരാഗത വോട്ട് ചെയ്ത അനുഭാവികളിലും ഉണ്ടാക്കി. അതുകൊണ്ട് കൂടിയാകാം തോൽവി എന്നൊരു വിലത്തിലേക്ക് CPM കടന്നേക്കാം. സംഘടനാ രംഗത്ത് തിരുത്തലുകൾക്ക് CPM നിർദ്ദേശിക്കുന്ന ഒരു പക്ഷേ ഈ തെറ്റുതിരുത്തൽ ചർച്ച ചെയ്യാൻ തിരുത്തൽ നടപടിയിലേക്ക് കടക്കാൻ പാർട്ടി പ്ലീനം, സംസ്ഥാന പ്ലീനം വിളിച്ചു ചേർക്കാനുള്ള ആലോചനയുമുണ്ട്. ഇന്നത്തെ സംസ്ഥാന സമിതി യോഗത്തിൽ അതിലും തീരുമാനമുണ്ടാകും. അഭിലാഷ്. യെസ്, സംഘടനാ തലത്തിൽ ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ ആണ് വരുത്തേണ്ടത്? ഒപ്പം ഈ തെരഞ്ഞെടുപ്പിൽ ഇത്രമേൽ വലിയ ഒരു പരാജയം, പ്രതിപക്ഷ നിര അങ്ങേയറ്റം ദുർബലമായി പോകുന്ന തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലം ആണ് ഇത്തവണ ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം എന്തായിരുന്നു, സാമൂഹിക പശ്ചാത്തലം എന്തായിരുന്നു, വോട്ടർമാർ എന്തുകൊണ്ട് പാർട്ടിയിൽ നിന്ന് അകന്നുപോയി, ഇത് സംബന്ധിച്ച ചർച്ചകളും അവലോകനങ്ങളും ആണ് നടന്നിട്ടുള്ളത്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഒരു അന്തിമമായ റിപ്പോർട്ട് കൂടി തയ്യാറാക്കുക, അത്തരം പാർട്ടി നടപടികൾ ആണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.